പിണറായിയുടെ ഈ ദൃശ്യം കൊണ്ടുള്ളൊരു ഷെല്ലാക്രമണത്തിൽ കേരളത്തിലെ കൊങ്ങീസ്, സംഗീസ്, മൂരീസ് തുടങ്ങി സകലമാന വിഷപ്പാമ്പുകളുടെയും കുരുകൾ ഉഗ്രശബ്ദത്തോടു കൂടിയുള്ള സ്ഫോടനം സൃഷ്ടിച്ചിരിക്കുകയാണ്. എങ്ങനെ സൃഷ്ടിക്കാതിരിക്കും? 4ാം വാർഷികത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയ ജനക്കൂട്ടങ്ങൾക്ക് നടുവിലൂടെ മുഖ്യമന്ത്രിയുടെ വാഹനം ഇങ്ങനെ കടന്നു വരുമ്പോൾ, അതും തുറന്ന വേദിയിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം കടന്നു പോവുകയും ആ കടന്നു പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടായ ആരവം അത് കണ്ടിട്ട് കഴിഞ്ഞ ദിവസം ഒരുത്തനും ഉറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസ്സുകാരും സംഘികളെല്ലാം കണ്ണടയ്ക്കുമ്പോൾ ഞെട്ടി ഞെട്ടി ഉണരുന്ന അവസ്ഥ. കാര്യം ഇമാതിരി ആൾക്കൂട്ടമൊക്കെ സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർക്ക് കേരളത്തിൽ മുഴുവനുള്ളവരെ വണ്ടിയും പിടിച്ചുകൊണ്ട് വന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുപോലെ തന്നെ സംഘികൾക്കും അമ്മാതിരി ആൾക്കൂട്ടം ഇടതുപക്ഷത്തിന്റെ 4ാം വാർഷിക സമാപന വേദിയിലേക്ക് ഒഴുകിയെത്തിയെങ്കിൽ പിണറായി 3.0 ലോഡഡ് എന്നതിന്റെ ഒരു നേർ സാക്ഷ്യം കൂടിയായി മാറുകയാണ്. ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സമ്മേളന ഹാളിലേക്ക് വരികയാണ്. എല്ലാവരും എണീറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഈ സ്റ്റേജിൽ വന്ന് കയറുന്നത് വരെ ടോർച്ച് മിന്നിച്ച് പ്രകാശം പരത്തി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി നമ്മുടെ സമ്മേളന ഹാളിനകത്തേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് പ്രകാശം പരത്തി അദ്ദേഹത്തെ സ്വീകരിക്കാൻ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം സമ്മേളന ഹാളിനകത്തേക്ക് കടന്നു വരികയാണ്. എല്ലാവരും സ്നേഹ പ്രകടനത്തോടുകൂടി എണീറ്റ് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. എല്ലാവരും കയ്യിലിരിക്കുന്നതായിട്ടുള്ള സ്മാർട്ട് ഫോണിൻ്റെ ടോർച്ച് മിന്നിക്കുകയാണ്. കേരളത്തിലെ മാപ്രകളെയും ചില മഞ്ഞ ഓൺലൈൻകാരെയൊക്കെ ഇറക്കി വ്യാജ പ്രചരണം നടത്തുകയും അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അത് അതേ നിലവാരത്തിലുള്ളവർക്ക് കുളിര് കൊടുക്കുകയോ അല്ലെങ്കിൽ PR-കാർക്ക് പ്രചരിപ്പിക്കാനുള്ള അവസരത്തിനപ്പുറം സാധാരണക്കാരായിട്ടുള്ള അധസ്ഥിത ജനവിഭാഗങ്ങൾക്കിടയിൽ എന്താണ് സർക്കാരിന് ലഭിക്കുന്ന സ്വീകാര്യതയെന്ന് ആ ദൃശ്യം സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനെ മൊബൈൽ ഫോണിലെ ടോർച്ച് ഓണാക്കി അഭിവാദ്യം ചെയ്യാൻ തയ്യാറായപ്പോൾ ഉണ്ടായ ആരവവും ആ മുദ്രാവാക്യം വിളികളെല്ലാം തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ജനവികാരം എതിരാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെയല്ല, ജനവികാരം അത് ഒരു തിരമാല പോലെ കേരളത്തിൽ അലയടിച്ചു തുടങ്ങി എന്നതിൻ്റെ തെളിവാണ്. ഈ വികാരത്തെ തകർക്കാനാണ് പലതരത്തിലുള്ള PR പണികൾ കൊണ്ടുപിടിച്ചരങ്ങേറുന്നത്. പക്ഷേ ജനങ്ങൾ അതൊന്നും ചെവിക്കൊള്ളുന്നില്ല. കാര്യം കഴിഞ്ഞ 9 വർഷക്കാലം ഈ നാടിനുണ്ടായ മാറ്റം അനുഭവിക്കുന്നവരാണ്. ഇന്നലകളിൽ ഈ നാടിൻ്റെ അവസ്ഥയെക്കുറിച്ച് കണ്ടവരാണ്. അവർക്ക് ഇന്നത്തെ മാറ്റവും ഇന്ന് അവരുടെ ജീവിത നിലവാരങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങൾ നാളുകളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഒരു ദിശാബോധമുണ്ടായി എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ജനങ്ങളുടെ അനുഭവങ്ങളെ നിങ്ങൾക്ക് മായ്ച്ചു കളയാൻ പറ്റില്ല. കുറച്ചുപേരെ തെറ്റിദ്ധരിപ്പിച്ച് വഴിതെറ്റിക്കാമെന്നതിനപ്പുറം കേരളമെന്ന 3.5 കോടി മലയാളി സമൂഹത്തിൻ്റെ ഭൂരിപക്ഷത്തെയും നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് കരുതരുത്. നിങ്ങൾ വിഷം ചീറ്റിയും വ്യാജ പ്രചരണങ്ങൾ നടത്തിയും വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കിയും ഇടതുപക്ഷ വിരുദ്ധത സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ ആ ഒഴുകിയെത്തിയ ജനസഞ്ചയം നിങ്ങൾക്ക് നൽകുന്ന മറുപടിയുണ്ട്. നിങ്ങൾ എടുക്കുന്ന പണികളൊക്കെ വൃഥാവിലായി മാറിയിട്ടുണ്ട് എന്നുള്ളതും LDF 3.0 എന്നത് അടുത്ത മേയിൽ യാഥാർത്ഥ്യത്തിലേക്ക് നടന്നടുക്കുകയാണെന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം തുറന്നു കാട്ടുകയാണ്.